ശ്രീ ആബിദ് അങ്ങാടി കൂടി ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ആബിദ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ PK നവാസിനും ഒപ്പം PMA സലാമിനുമെതിരെ MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷഫീഖ് വഴിമുക്ക് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ PMA സലാമൊക്കെ വന്നതിന് ശേഷം കാര്യങ്ങൾ പഴയപടിയല്ല, നേതാക്കളെ പ്രവർത്തകരെയൊക്കെ ആവശ്യമില്ലാതെ പുറത്താക്കുന്ന സാഹചര്യമുണ്ട്, ആരുടെ വിശദീകരണം പോലും ചോദിക്കുന്നില്ല, പഴയ MSFും പഴയ സംഘടനയുമൊക്കെ ഇപ്പോൾ ഓർമ്മയായി ചിലരുടെ വഴിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ്. ഈ വിമർശനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ ആബിദ്? ഒറ്റപ്പെട്ട വിമർശനമാണ്. അങ്ങനെ സംഘടന ഇപ്പൊ നല്ല രീതിയിൽ സ്മൂത്തായി പ്രവർത്തനം നടക്കുന്നുണ്ട്. സലാം സാഹിബ് ആണെങ്കിലും നവാസ് ആണെങ്കിലും സംസ്ഥാന നേതൃത്വം കൂടി ആലോചിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായി ഇപ്പം നടക്കുന്നുള്ളൂ. അല്ല, ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ വിമർശനവുമായി വരികയാണല്ലോ. അതും ചെറിയ ആളുകളല്ല, പ്രമുഖരായ ആളുകളൊക്കെയാണ്. ലത്തീഫ് തുറയൂരെ നേരത്തെ പുറത്താക്കിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ രംഗത്ത് വരുമ്പോൾ പ്രതികരണം എന്തിനാണ് നിങ്ങൾ ചാനൽ ഏറ്റെടുക്കുന്നത്? പുറത്താക്കിയവരുടെ പ്രതികരണമൊന്നും പാർട്ടി ഉൾക്കൊള്ളുന്നില്ല. അല്ല, ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഷഫീഖ് വഴിമുക്കിന്റെ കാര്യമോ? അന്വേഷിക്കും. എന്താണെന്ന് ഷഫീഖ് പറയാണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. അല്ല, അത് ചെറിയ കാര്യമാണോ? ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത്തരത്തിൽ വിമർശനവുമായി സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം MSFനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളല്ലേ? അത് എന്തോ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ പുകയുന്നു എന്നുള്ളതല്ലേ? പഴയ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ക്ലോസ് ചെയ്ത വിഷയമാണ്. ഇതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചാനലുകള് ലത്തീഫിനെ പോലെയുള്ളവര്, ഷൈജനെ പോലെയുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവര് അവർ തന്ന വോയിസ് ക്ലിപ്പുമായി അടിസ്ഥാനത്തിലാണല്ലോ പുതിയ ചർച്ച വരുന്നത്. പാർട്ടിന്റെ മുമ്പിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഈ വിഷയമായിട്ട് ഹരിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നേയില്ല. ഇതൊക്കെ കഴിഞ്ഞ അധ്യായമാണ്. അല്ല, ലത്തീഫിന്റെ കാര്യം വിടൂ, ഷഫീഖ് വഴിമുക്കോ? ഷഫീഖ് പറഞ്ഞ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും. അതിനപ്പുറത്തൊന്നുമില്ല, പറഞ്ഞതിൽ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. യാഥാർത്ഥ്യം ഇല്ലാന്ന് ബോധ്യമാകാന്നല്ലോ. യാഥാർത്ഥ്യം ഇല്ലാന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണല്ലോ പ്രവർത്തനം ഇപ്പൊ നന്നായിട്ട് 14 ജില്ലകളിലും നന്നായിട്ട് സ്മൂത്തായിട്ട് MSFന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ യാഥാർത്ഥ്യം ഇല്ലാന്ന് എല്ലാ MSFക്കാർക്കും അറിയാം.